നമസ്കാരം. ഇത്തവണ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രത്യേകതകൾ ഈ ഒരു തെരഞ്ഞെടുപ്പിനുണ്ടായിരുന്നു. തിരുവനന്തപുരം നഗരസഭയിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ വളരെ നേരത്തെ തന്നെ അവർക്ക് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിരുന്നു. അത് വലിയൊരു നേട്ടമായി തന്നെയാണ് അന്ന് കണക്കാക്കിയിരുന്നത്. കെ മുരളീധരൻ പോലെയുള്ള വളരെ പ്രമുഖനായ ഒരു നേതാവാണ് ഈ ഇതിനെല്ലാം തന്നെ നേതൃത്വം നൽകിയത്. അങ്ങനെയാണ് മുൻ MLA ആയ KS ശബരിനാഥനെ തിരുവനന്തപുരത്തെ കവടിയാർ വാർഡിൽ മത്സരിപ്പിച്ചത്. കോൺഗ്രസ്സിന് അധികാരം കിട്ടിയാൽ ശബരിനാഥൻ തിരുവനന്തപുരത്തിൻ്റെ മേയറാകും എന്നുള്ള ഒരു ധ്വനി തന്നെയാണ് അതിലുണ്ടായിരുന്നത്, പരസ്യമായിട്ട് അങ്ങനെ പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും. എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം എന്താണെന്ന് നമുക്കറിയാം. കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ 3ാം സ്ഥാനത്തേക്ക് തന്നെ പോയി. ശബരിനാഥനാകട്ടെ കവടിയാർ വാർഡിൽ വിജയിക്കുകയും ചെയ്തു. ഒരു കാര്യം ഓർക്കുക, കഴിഞ്ഞ തവണ ഇതേ വാർഡിൽ കോൺഗ്രസ് സ്ഥാനത്ത് ജയിച്ചത് ഓരോട്ടിനാണ്. അവിടെ അതിൽ 74 വോട്ടിന് ശബരിനാഥൻ ജയിച്ചു എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ്. ഭരണം കിട്ടാത്തതുകൊണ്ട് ഇനി മേയറാകാനും പറ്റുകയില്ല. പ്രതിപക്ഷ നേതാവെന്ന സ്ഥാനം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളില്ലെങ്കിൽ പോലും ആ ഒരു സ്ഥാനത്തിരിക്കാൻ പോലും ശബരിനാഥന് കഴിയുകയില്ല. കാരണം 3ാം സ്ഥാനത്താണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത്. ഇവിടെ വരുന്നൊരു ചോദ്യം, മാസങ്ങൾക്കുള്ളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിനാഥന് മത്സരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ്. നേരത്തെ KS ശബരിനാഥൻ അരുവിക്കര MLA ആയിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു CPMലെ G. സ്റ്റീഫനോട്. ഇക്കുറി അദ്ദേഹം എവിടെയാണ് മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ഇനിയും നമുക്ക് വ്യക്തമല്ല. എങ്കിൽ പോലും ശബരിനാഥൻ വീണ്ടും മത്സരിക്കാൻ ഇറങ്ങിയാൽ അത് കോൺഗ്രസിന് വലിയൊരു തിരിച്ചടിയായി മാറും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ശബരിനാഥൻ MLA തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അദ്ദേഹം കോർപ്പറേഷനിലെ കൗൺസിലർ സ്ഥാനം രാജിവെക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ വാർഡ് BJPക്ക് കിട്ടും. നിലവിൽ BJPക്ക് 50 കൗൺസിലർമാർ മാത്രമാണുള്ളത്. ശരിക്കും പറഞ്ഞാൽ കേവല ഭൂരിപക്ഷത്തിന് ഒരു അംഗത്തിൻ്റെ കൂടി കുറവുണ്ട്. നിലവിൽ 2 സ്വതന്ത്രന്മാരുള്ളതിൽ ആരെങ്കിലും BJP പിന്തുണയ്ക്കുമോ എന്നുള്ള കാര്യം ഇനി അവർ പരസ്യം വ്യക്തമാക്കിയിട്ടുമില്ല. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ BJP മേയർ തന്നെയായിരിക്കും തിരുവനന്തപുരം ഭരിക്കുക എന്നുള്ളത് ഉറപ്പാണ്. ശബരിനാഥൻ രാജിവെക്കുകയാണെങ്കിൽ BJP കുറച്ചുകൂടെ എളുപ്പമായ കാര്യങ്ങൾ അവിടെ ഒരു സ്ഥാനാർത്ഥിക്ക് അവിടെയാലും നിർത്തി വിജയിപ്പിക്കാൻ BJPക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. കാരണം ഇപ്പോൾ BJP ആണ് തിരുവനന്തപുരം നഗരസഭയിലെ ഭരണകക്ഷി. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. BJPക്ക് അവിടെ ശക്തമായ അടിത്തറ ഉള്ളതാണ്. ഒരുപക്ഷെ ശബരിനാഥനായതുകൊണ്ട് മാത്രമാണ് അവിടെ ഈ കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞതെന്ന് വേണമെങ്കിലും പറയാം. പക്ഷേ ശബരിനാഥൻ ജയിച്ചു കഴിഞ്ഞ് ഈ സ്ഥാനം രാജിവെച്ചാൽ പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈസി വാക്ക് ഓവറാണ്. ഒരു സീറ്റ് കൂടി കിട്ടിയാൽ കേവല ഭൂരിപക്ഷവുമായി. ഇവിടെ ഉയരുന്ന ചോദ്യം, കോൺഗ്രസ്സുകാർ ശബരിനാഥന് മനഃപൂർവ്വം ഇക്കാര്യത്തിൽ പണി കൊടുത്തതാണോ എന്നുള്ളതാണ്. കാരണം കോൺഗ്രസ്സുകാർക്ക് തന്നെ അറിയാമായിരുന്നു തിരുവനന്തപുരം നഗരസഭ അങ്ങനെ പിടിക്കാനൊന്നും പറ്റുകയില്ല എന്നുള്ള കാര്യം. കാരണം ഇവിടെ CPMും BJPയും തന്നെയാണ് പ്രധാനപ്പെട്ട ശക്തികൾ. നേരത്തെയും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ എന്തിനാണ് ശബരിനാഥനെ മത്സരിച്ചത് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല. അതേസമയം സമൂഹ മാധ്യമങ്ങളിലൊക്കെ വരുന്ന ഒരു കാര്യം, ശബരിനാഥൻ്റെ ഭാര്യയായ കേരള കേഡൽ IAS ഉദ്യോഗസ്ഥയായ ദിവ്യ S. അയ്യർ, അവർ പിണറായി വിജയൻ്റെ വലിയൊരു ഭക്തയാണ്. പിണറായി വിജയനെ നിരന്തരമായി സ്തുതിക്കുന്നതിലും വാഴ്ത്തുന്നതിലുമൊക്കെ തന്നെ അവർ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയൊക്കെ തന്നെ ഒരുപാട് പുകഴ്ത്തി വലിയ വിവാദങ്ങളിൽ ചെന്നപ്പെട്ടിട്ടുണ്ട്. അപ്പോഴും അവരുടെ ഭർത്താവായ KS ശബരിനാഥൻ്റെ നിലപാട് എന്താണെന്നുള്ള കാര്യം പലപ്പോഴും പലരും ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു പിണറായി ഭക്തയുടെ ഭർത്താവിനെ കോൺഗ്രസ്സുകാർ നൽകിയ പണിയാണോ ഈ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയാക്കിയതെന്ന് നമുക്ക് സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും. കാരണം ശബരിനാഥൻ ഈ ടേം പൂർത്തിയാക്കുന്നവരെ കൗൺസിലർ സ്ഥാനത്ത് തുടരാൻ നിർബന്ധിതനാകും എന്ന് തന്നെയാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ശബരിനാഥനെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് സീറ്റിൽ അദ്ദേഹം മത്സരിക്കും എന്നുള്ളത് ചോദ്യം അവിടെ വരുന്നുണ്ട്. അരുവിക്കര അത്രത്തോളം സുരക്ഷിതമാണോ എന്ന് ചോദിച്ചാൽ സുരക്ഷിതമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതല്ലെങ്കിൽ തിരുവനന്തപുരം അസംബ്ലി മണ്ഡലത്തിൽ മത്സരിക്കുക, ഏത് സീറ്റിൽ മത്സരിച്ചാലും അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞാൽ അത് BJPക്ക് അനുകൂലമായി മാറുകയേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴുള്ള ഒരു രാഷ്ട്രീയ അവസ്ഥ. BJPക്ക് ഒരു സീറ്റ് കൂടി കിട്ടും, അവർ കുറച്ചുകൂടെ സുരക്ഷിതരാകും. അങ്ങനെ കോൺഗ്രസും BJPയും തമ്മിൽ അന്തർധാരയുണ്ട് എന്നുള്ള CPMൻ്റെ ആരോപണം. CPMും BJPയും തമ്മിൽ അന്തർധാരയുണ്ടെന്നാണ് കോൺഗ്രസ്സുകാർ ആരോപിക്കുന്നതെങ്കിൽ പോലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ പല വാർഡുകളിലും കോൺഗ്രസും BJPയും തമ്മിൽ അന്തർധാര ഉണ്ടായിരുന്നു എന്നാണ് CPM ആരോപിച്ചിട്ടുള്ളത്. ശബരിനാഥൻ രാജിവെച്ച് അവിടെ BJP വിജയിക്കുകയാണെങ്കിൽ ഇത് കോൺഗ്രസിൻ്റെ മേലുള്ള വലിയൊരു പേരുദോഷമായി മാറും. അത് ഒഴിവാക്കാനായി ശബരിനാഥനെ കൗൺസിലറായി തന്നെ നിലനിർത്താനാണോ പാർട്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം. എന്തുകൊണ്ട് ശബരിനാഥൻ ഇവിടെ മത്സരിക്കാൻ തയ്യാറായി എന്നുള്ള കാര്യവും ഇപ്പോഴും വ്യക്തമല്ല. ശബരിനാഥനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രാഷ്ട്രീയത്തിൽ കുറച്ച് പുതുമുഖമാണെങ്കിൽ പോലും വളരെ പ്രമുഖനായ കേരളത്തിലെ നേതാവായിരുന്ന മുൻ മന്ത്രി സ്പീക്കറും ഒക്കെ ആയിരുന്ന G. കാർത്തികേയൻ്റെ മകൻ കൂടിയാണ്. അത്ര രാഷ്ട്രീയ അന്തരീക്ഷമുള്ളൊരു കുടുംബത്തിൽ ജനിച്ചു വന്ന ആളാണ്. അദ്ദേഹത്തിന് അത് അറിയില്ലായിരുന്നു എന്ന് സ്വാഭാവികം നമുക്ക് ചോദിക്കേണ്ടി വരും. കാരണം കൗൺസിലറായി ജയിക്കുകയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പദവി രാജിവെക്കേണ്ടി വരികയും ചെയ്താലുള്ള അവസ്ഥയെക്കുറിച്ച് ഒരുപക്ഷെ ചിന്തിച്ചിരിക്കില്ല. കാരണം BJPക്ക് ഇത്രയധികം സീറ്റുകൾ ലഭിക്കുമെന്ന് ഒരുപക്ഷെ ആരും പ്രതീക്ഷിച്ച് കാണില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വശം. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ശബരിനാഥൻ രണ്ടും കൽപ്പിച്ച് മത്സരിക്കാൻ തയ്യാറായതും ജയിച്ചതുമൊക്കെ തന്നെ. പലപ്പോഴും സംഭവിക്കാറുള്ളത് തിരുവനന്തപുരം നഗരസഭ ഇടതുമുന്നണി തന്നെയാണ് ഭരിക്കാറുള്ളത്. അങ്ങനെ ഇടതുമുന്നണി ഭരിക്കുകയാണെങ്കിൽ ശബരിനാഥൻ രാജിവെച്ചതുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ യാതൊരു അത്ഭുതവും സംഭവിക്കില്ല എന്നുള്ളത്
മുൻനിർത്തി ശബരിനാഥൻ രാജിവെച്ച് പോയി നിയമസഭയിലേക്ക് മത്സരിക്കാമെന്ന് ജയിക്കാമെന്നൊക്കെ അദ്ദേഹം കരുതിയിരുന്നിരിക്കാം. പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് കോൺഗ്രസോ ശബരിനാഥനോ CPM-ഓ BJP നേതാക്കളോ പോലും കരുതിയിട്ടില്ല. അതുതന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ സംഭവിക്കുക. ഏതായാലും വരുന്ന 5 വർഷവും ശബരിനാഥൻ കൗൺസിലറായി തുടരേണ്ടി വരുമോ അതോ വീണ്ടും നിയമസഭ കാണാനുള്ള ഭാഗ്യമുണ്ടാകുമോ എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം.